ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. സോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള അൽഗോരിതമാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത്. നമ്മൾ അതിന്റെ വർക്കിംഗ് ആണ് റൈറ്റ് സൈഡിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം? നമ്മൾ മാത്തമാറ്റിക്സിലെ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ, അല്ലേ? അപ്പൊ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് മെട്രിക്സിന്റെ കോളവും സെക്കൻഡ് മെട്രിക്സിന്റെ റോയും സെയിം ആയിരിക്കണം, അല്ലെ? എങ്കിൽ മാത്രമേ നമുക്ക് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ നമ്മൾ അൽഗോരിതം നോക്കാം. അൽഗോരിതം മൾട്ടിപ്ലിക്കേഷൻ എ ബി സി എം എൻ പി ക്യൂ. ഇനി ഓരോന്ന് എന്താണെന്നാണ് തന്നിരിക്കുന്നത്. എയും ബിയും സിയും 3 മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആക്ച്വലി നമുക്ക് 3 മെട്രിക്സ് വേണം, അല്ലെ? 2 മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് മെട്രിക്സിനെ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ മൂന്നാമത്തെ മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എയും ബിയും ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന മെട്രിക്സ്. സി എന്ന മെട്രിക്സിലേക്കാണ് നമ്മൾ റിസൾട്ടിനെ സ്റ്റോർ ചെയ്യുന്നത്. സോ സി എന്ന് പറയുന്നത് റിസൾട്ടന്റ് മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി എമ്മും എന്നും എയുടെ സൈസ് ആണ്, പിയും ക്യൂവും ബി എന്ന മെട്രിക്സിന്റെ സൈസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഇഫ് എൻ നോട്ട് ഈക്വൽ ടു പി. അപ്പൊ എന്നും പിയും ഈക്വൽ അല്ല എങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഫസ്റ്റ് മെട്രിക്സിന്റെ കോളം, അതാണ് എൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് മെട്രിക്സിന്റെ കോളമാണ് എൻ. സെക്കൻഡ് മെട്രിക്സിന്റെ റോയാണ് പി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഫസ്റ്റ് മെട്രിക്സിന്റെ കോളവും സെക്കൻഡ് മെട്രിക്സിന്റെ റോയും ഈക്വൽ അല്ല എങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈക്വൽ അല്ല എങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവിടെ വെച്ച് നിർത്താം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതല്ല എങ്കിൽ, അതായത് ഫസ്റ്റ് മെട്രിക്സിന്റെ കോളവും സെക്കൻഡ് മെട്രിക്സിന്റെ റോയും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എങ്ങനെ ആ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ താഴെ ലൂപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എത്ര ലൂപ്പാണ് യൂസ് ചെയ്തേക്കെന്ന് നോക്കാം. 3 ലൂപ്പ് ആക്ച്വലി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു നെസ്റ്റഡ് ലൂപ്പാണ് ഈ എൽസിൽ ആദ്യം കിടക്കുന്നത്. ഫോർ i is equal to 1 to m, for j is equal to 1 to q, c of ij is equal to 0. For k is equal to 1 to n, do c of ij is equal to c of ij plus a of ik into b of kj. ഓക്കെ, അപ്പൊ ഇതാണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്. c of ij is equal to c of ij plus a of ik into b of kj. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഈ റൈറ്റ് സൈഡിൽ നമ്മുടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഈ എക്സാമ്പിൾ നോക്കി. അപ്പോ നമുക്കിവിടെ 2 മെട്രിക്സ് തന്നിട്ടുണ്ട്, അല്ലെ? എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് ഈ ആദ്യം തന്നിരിക്കുന്നത്, ബി എന്ന മെട്രിക്സ് ആണ് രണ്ടാമത് തന്നിരിക്കുന്നത്. സോ ഈ 2 മെട്രിക്സിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന മെട്രിക്സ് ആണ് സി എന്ന മെട്രിക്സ്. ആ മെട്രിക്സ് ആണ് ഈ മൂന്നാമത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ മെട്രിക്സിന്റെ പൊസിഷൻസ് നോക്കിയാൽ എന്താണ്? ആദ്യത്തെ മെട്രിക്സിന്റെ സൈസ് എത്രയാണ്? 2/3 ആണ്. ഫസ്റ്റ് മെട്രിക്സ് 2/3 മെട്രിക്സ് ആണ്, അല്ലെ? അതായത് 2 റോയും 3 കോളം. ആക്ച്വലി ഇവിടെ എത്ര റോ ഉണ്ട്? ഫസ്റ്റ് സെക്കൻഡ് 2 റോയും ഉണ്ട്, 3 കോളം ഉണ്ട്, അല്ലെ? അപ്പൊ ഒരു 2/3 മെട്രിക്സ് ആണ് ഫസ്റ്റ് മെട്രിക്സ്. സെക്കൻഡ് മെട്രിക്സ് എന്ന് പറയുന്ന ഒരു 3/2 മെട്രിക്സ് ആണ്, അല്ലെ? 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റോയും 2 കോളവും ഉണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ 3 റോ ഉണ്ട്. ഫസ്റ്റ് റോ ഇത്, സെക്കൻഡ് റോ ഇത്, തേർഡ് റോ ഇത്, 2 കോളം ഇതാണ്, ഇങ്ങനെ 2 കോളം. ഓക്കെ, അപ്പൊ ഇതൊരു 3/2 മെട്രിക്സ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടീഷൻ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, അല്ലെ? n നോട്ട് ഈക്വൽ ടു പി എന്നുള്ളത്. അതായത് ഇവിടെ തന്നിരിക്കുന്നത് നോക്കുവാണെങ്കിൽ എന്താണ്? ഫസ്റ്റ് മെട്രിക്സിന്റെ റോ, ഫസ്റ്റ് മെട്രിക്സിന്റെ കോളം. ഫസ്റ്റ് മെട്രിക്സിന്റെ കോളം എന്ന് പറയുന്നത് 3 ആണ്, അല്ലെ? സെക്കൻഡ് മെട്രിക്സിന്റെ റോ എന്ന് പറയുന്നത് 3 ആണ്, അല്ലെ? അപ്പൊ ഒരു 2/3 3/2 ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ 2/3 3/2 എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ സെയിം ആണ്, എന്നും പിയും സെയിം ആണ്. അതായത് ആദ്യത്തെ മെട്രിക്സിന്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിന്റെ റോയും സെയിം ആണ്, 3 വെച്ച് വരും, അല്ലെ? അതുകൊണ്ട് നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ ലൂപ്പിലോട്ട് പോവുക. ഫോർ i is equal to 1 to m, for j is equal to 1 to q. ഓക്കെ, then c of ij is equal to 0. അപ്പൊ ആദ്യം നമ്മൾ c of ij എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടന്റ് മെട്രിക്സ് ആണ്. അതിനെ നമ്മൾ ആദ്യം 0 ആക്കി വെച്ചു. ആ പൊസിഷനെ നമ്മൾ 0 ആക്കി. അപ്പൊ ഇവിടെ ഈ മെട്രിക്സ് നോക്കിയാൽ നമുക്ക് പൊസിഷൻസ് ഉണ്ട്, അല്ലെ? ഫസ്റ്റ് മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സ് കൺസിഡർ ചെയ്താൽ ഇതിന്റെ പൊസിഷൻ, ആദ്യത്തെ എലമെന്റ് 1 എന്ന് പറഞ്ഞ ഈ ഒരു എലമെന്റിന്റെ പൊസിഷൻ 1 1 ആണ്. ഇത് 1 1 1 2 1 3 അങ്ങനെ വരും, അല്ലെ? അതായത് എന്താണ്? ഈ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, അതാണ് ഈ ആദ്യത്തെ 1 എന്ന് പറയുന്നത്, അല്ലെ? അതിന്റെ പൊസിഷനാണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം പൊസിഷനിലാണ് ഈ 1 എന്ന് പറയുന്ന എലമെന്റ് ഉള്ളത്, അല്ലെ? ഈ 2 എന്നുള്ളത് എന്താണ്? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ആണ്. അപ്പൊ 1 2, അടുത്തത് 1 3 അങ്ങനെ പോകും, അല്ലെ?
രണ്ടാമത് വരുവാണെങ്കിൽ 2 1, ഈ 4ന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 2 1 ആണ്. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, അതാണ് 2 1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് 2 2 വരും, അടുത്താണെങ്കിൽ 2 3 വരും അല്ലെ. ഇനി അതേപോലെ തന്നെയാണ് അടുത്ത മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതെന്ത് വരുന്നു? 1 1, 7 എന്ന് പറയുന്ന 1 1 എന്ന പൊസിഷനിലാണ്, 8 എന്ന് പറയുന്ന 1 2 എന്ന പൊസിഷനിലാണ് അല്ലെ. അടുത്ത നെക്സ്റ്റ് വരുമ്പോൾ എന്താണ്? ഇത് 2 1 എന്നുള്ള പൊസിഷനാണ്, ഇത് 2 2 എന്നുള്ള പൊസിഷനാണ്. നെക്സ്റ്റ് ഇത് 11 എന്ന് പറയുന്നത് 3 1 എന്ന പൊസിഷനാണ്. 12 ആണെങ്കിൽ 3 2 എന്ന പൊസിഷൻ വരും അല്ലെ. സോ ഇതാണ് അതിന്റെ പൊസിഷൻസ് എന്ന് പറയുക അല്ലെ. അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മതി, അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ പൊസിഷൻസ്. ഓക്കെ, ഈ ആ പൊസിഷൻസ് വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ ഐയുടെയും ജെയുടെയും കെയുടെയും ഒക്കെ വാല്യൂ എന്ന് പറഞ്ഞ പൊസിഷൻ വാല്യൂസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഐയുടെ വാല്യൂ 1 ആണ്, ജെയുടെ വാല്യൂ 1 ആണ്. സി ഓഫ് ഐ ജെ ഇസ് ഈക്വൽ ടു 0. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 1 1, സി ഓഫ് 1 1 അല്ലെ. ജെയുടെ ഐയുടെ വാല്യൂ 1 ആണല്ലോ, നമ്മൾ ആദ്യം ഇവിടെ 1 വെച്ച് ഇനിഷ്യലൈസ് ചെയ്തു. സോ 1 1നെ നമ്മൾ 0 ആക്കി. അതായത് ഈ 1 1 എന്നുള്ള പൊസിഷൻ, അതായത് സി എന്ന മെട്രിക്സിന്റെ 1 1 എന്ന പൊസിഷൻ, ആദ്യത്തെ പൊസിഷൻ നമ്മൾ ആദ്യം 0 ആക്കിയാണ് വെക്കുന്നത്. ഇനി അവിടേക്കാണ് നമുക്ക് പുതിയ എലമെന്റിനെ ഈ ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടേണ്ട എലമെന്റിനെ അവിടെയാണ് നമ്മൾ വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം അവിടെ ആ ഒരു മെമ്മറിയെ നമ്മൾ ഫ്രീ ആക്കി വെക്കാതെ അവിടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 0 വെച്ച് അസൈൻ ചെയ്തു. ഈ പൊസിഷനെ നമ്മൾ 0 വെച്ച് അസൈൻ ചെയ്തു. ഇനി നമ്മൾ നോക്കുക, ഫോർ കെ ഇസ് ഈക്വൽ ടു 1 to n, കെ എന്ന് പറയുന്ന ഒരു ലൂപ്പ് യൂസ് ചെയ്ത് 1 to n വരെ പോകാൻ പറയുന്നത്. സി ഓഫ് ഐ ജെ ഇസ് ഈക്വൽ ടു സി ഓഫ് ഐ ജെ പ്ലസ് എ ഓഫ് ഐ കെ ഇൻറ്റു ബി ഓഫ് കെ ജെ. അതായത് സി ഓഫ് ഐ ജെയുടെ വാല്യൂ എന്താണ്? 0 ആണ്. സോ 0 പ്ലസ് എ ഓഫ് ഐ കെ, ഐയുടെ വാല്യൂ 1 ആണ് അല്ലെ. 1 ആണ്, ഇവിടെ 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. കെന്റെ വാല്യൂവും 1 തന്നെയാണ്. അപ്പം എ ഓഫ് 1 1 ഇൻറ്റു ബി ഓഫ് 1 1 എന്ന് തന്നെ വരും. അപ്പൊ എ ഓഫ് 1 1 എന്ന് പറയുന്നത് എന്താണ്? എ ഓഫ് 1 1 എന്ന് പറയുന്നത് ഈ 1 ആണ് അല്ലെ. ബി ഓഫ് 1 1 എന്ന് പറഞ്ഞാൽ ഈ 7 ആണ് അല്ലെ. അപ്പൊ എ ഓഫ് 1 1 ഇൻറ്റു ബി ഓഫ് 1 1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 7 വരും. 1 ഇൻറ്റു 7, അതിന്റെ തൊട്ട് മുമ്പിൽ പ്ലസ് 0 ഉണ്ട് അല്ലെ. സി ഓഫ് ഐയുടെ വാല്യൂ നമ്മളിവിടെ 0 കൊടുത്തു. സോ 0 പ്ലസ് 1 ഇൻറ്റു 7 എന്ന് വരും. അപ്പൊ 0 പ്ലസ് 1 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 7 ആണ് വരുന്നത് അല്ലെ. അപ്പൊ ആ 7 എന്ന് പറഞ്ഞ വാല്യൂ ആണ് സി ഓഫ് ഐ ജെയിൽ സേവ് ചെയ്യുന്നത്. ഈ ഈക്വൽ ടുന്റെ ലെഫ്റ്റ് സൈഡിലെ സേവ് ചെയ്യുന്നത്, സി ഓഫ് ഐ ജിയിലേക്ക് സേവ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ സി ഓഫ് ഐ ജി എന്ന് പറഞ്ഞ പൊസിഷനിൽ 7 എന്ന് പറഞ്ഞൊരു വാല്യൂ വന്നു. പക്ഷെ അത് ആക്ച്വലി ഫുൾ കമ്പ്യൂട്ട് ചെയ്തിട്ടില്ല അല്ലെ. ഒരു ചെറിയ കമ്പ്യൂട്ടേഷൻ, ഒറ്റ എലമെന്റുകൾ തമ്മിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് മാത്രമേ കമ്പ്യൂട്ടേഷൻ ചെയ്തിട്ടുള്ളൂ, ബാക്കി എലമെന്റുകളെല്ലാം ചെയ്യാൻ കിടക്കുകയാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോഴത്തേനും എന്ത് ചെയ്യും? വീണ്ടും ഫോർ ലൂപ്പ് വർക്ക് ചെയ്യും. കെ എന്ന് പറഞ്ഞ 2 ആകും അല്ലെ. കെ 2 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വീണ്ടും ഇത് തന്നെ സി ഓഫ് ഐ ജെ ഇസ് ഈക്വൽ ടു സി ഓഫ് ഐ ജെ പ്ലസ് എ ഓഫ് ഐ കെ ഇൻറ്റു ബി ഓഫ് കെ ജെ എന്ന് വരും. ഇനി ഇപ്പൊ ഇവിടെ ഈ സി ഓഫ് ഐ ജെയിൽ വരുന്ന വാല്യൂ എന്താണ്? ഈ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന സി ഓഫ് ഐ ജെയിലെ 7 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 7 പ്ലസ് ഇനി എ ഓഫ് ഐ കെ വരും അല്ലെ. ഐയുടെ വാല്യൂ 1 ആ, മാറിയിട്ടില്ല. കെയുടെ വാല്യൂ 2 ആയി അല്ലെ. അപ്പൊ എ ഓഫ് 1 2 വരും. എ ഓഫ് 1 2 ഇൻറ്റു ബി ഓഫ് 2 1 എന്ന് വരും അല്ലെ. ജെയുടെ വാല്യൂ മാറിയിട്ടില്ല, 1 തന്നെയാണ്. അപ്പൊ എ ഓഫ് 1 2 ഇൻറ്റു ബി ഓഫ് 2 1 എന്ന് വരും. അപ്പൊ എ ഓഫ് 1 2 എന്ന് പറയുന്നത് എന്താ? 2. ഈ 2 എന്ന് പറയുന്ന നമ്പറാണ്. ഈ 2 എന്താണ്? 2 1 എന്ന് പറയുന്നത് ഈ 9 ആണ് അല്ലെ. 2 1 എന്ന് പറഞ്ഞാൽ 9. സോ 2 ഇൻറ്റു 9 എന്നായിരിക്കും വരുന്നത്. അതായത് നേരത്തെ ഓൾറെഡി സി ഓഫ് ഐ ജിയിൽ 7 ഉണ്ടായിരുന്നു. സോ 7 പ്ലസ് 2 ഇൻറ്റു 9 എന്ന് വരും അല്ലെ. അപ്പം 7 പ്ലസ് 2 ഇൻറ്റു 9 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര വാല്യൂ കിട്ടുന്നത്? 25 എന്ന് കിട്ടും. അപ്പൊ ഇപ്പം എന്ത് ചെയ്യും? ഈ ഒരു ഫസ്റ്റ് പൊസിഷനിൽ 25 എന്ന് വരും. 25 പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടേഷൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഉണ്ട് ഒരു എലമെന്റ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ. ഈ 3യും 11 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും? കെ എന്ന് പറഞ്ഞ ഇൻക്രിമെന്റ് ചെയ്യും. കെ എന്ന് പറഞ്ഞ 3 ആകും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ 25 പ്ലസ് എന്നാ വരുന്നത് അല്ലെ. ഇപ്പൊ 25 ആണ് സി ഓഫ് ഐ ജെയിൽ. അപ്പൊ 25 പ്ലസ് എ ഓഫ് ഐ 3, അതായത് ഐയുടെ വാല്യൂ എന്താ? 1. എ ഓഫ് 1 3 ഇൻറ്റു ബി ഓഫ് 3 1 എന്ന് വരും. അപ്പൊ എ ഓഫ് 1 3 എന്ന് പറയുന്നത് എന്താണ്? ഈ 3 ആണ്. ഫസ്റ്റ് മെട്രിക്സിന്റെ 3 ആണ് എ ഓഫ് 1 3. ഇനി എ ഓഫ് 3 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോറി, ബി ഓഫ് 3 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്കൻഡ് മെട്രിക്സിന്റെ ഈ 11 ആണ് ആ വാല്യൂ അല്ലെ. അപ്പം 3 ഇൻറ്റു 11 പ്ലസ് എന്തുണ്ട്? നേരത്തെ നമ്മൾ ഓൾറെഡി സി ഓഫ് ഐ ജിയിൽ സേവ് ചെയ്ത് വെച്ചാൽ 25 ഉണ്ട്. സോ 25 പ്ലസ് 3 ഇൻറ്റു 11 എന്ന് വരും. അപ്പൊ 25 പ്ലസ് 3 ഇൻറ്റു 11 ചെയ്താൽ 58 ആണ് വാല്യൂ കിട്ടുന്നത്. ആ 58 ആണ് ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ്, അതായത് നമ്മുടെ റിസൾട്ടന്റ് മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആക്ച്വലി നമ്മൾ 3 മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു അല്ലെ. 1 ഇൻറ്റു 7 ചെയ്തു, 2 ഇൻറ്റു 9 ചെയ്തു, 3 ഇൻറ്റു 11 ചെയ്തു. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അഡീഷനോട് ചെയ്യുന്നുണ്ട്. അപ്പൊ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും എല്ലാം കൂടെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അല്ലെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് റോയും അതായത് ആദ്യത്തെ മെട്രിക്സിലെ ഫസ്റ്റ് റോയും രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ടന്റ് മെട്രിക്സിൽ നമുക്ക് കിട്ടിയ ആദ്യത്തെ എലമെന്റ് ആണ് 58. ഇനി എന്ത് ചെയ്യും? ഇനി ഈ 3 കെയുടെ വാല്യൂ 4 ആകും. അപ്പൊ തെറ്റി അല്ലെ. ടു n വരെ പോകാനാണ് പറഞ്ഞേക്കുന്നത് അല്ലെ.
അപ്പം n വരെ പോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ കെയുടെ വാല്യൂ 4 ആകുമ്പോൾ എന്നിനെക്കാട്ടിലും എക്സീഡ് ആയി. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഈ ലൂപ്പിൽ നിന്ന് ജമ്പ് ചെയ്ത് എവിടെ പോകും, ഈ ഫോർ ലൂപ്പിൽ വരും, അതായത് ഈ ലൂപ്പിൽ വരും, ഇന്നർ ലൂപ്പിൽ വരും, ഫോർ ജെയുടെ വാല്യൂ വരും. അപ്പൊ ജെ എന്ത് ചെയ്യും, ഇനി ജെ എന്ന് പറയുന്നത് 2 ആകും, ജെയുടെ വാല്യൂ 2 ആയി. ഇനി നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്, സി ഓഫ് ഐ ജെ എന്നുള്ള ഈക്വൽ ടു 0, അതായത് സി ഓഫ് 1 2 എന്ന് വരും. ഐയുടെ വാല്യൂ ഇപ്പോഴും മാറിയിട്ടില്ല അല്ലെ. അപ്പം എന്താ വരുന്നത്, 1 2 എന്ന് വരും. അപ്പം 1 2 എന്ന പൊസിഷനിലാണ് അടുത്ത എലമെന്റ്, അതായത് ഈ 58ന് തൊട്ടിപ്പുറത്ത് വരുന്ന പൊസിഷൻ, അതാണ് 1 2 എന്നുള്ള പൊസിഷൻ അല്ലെ. ഇനി ഇവിടുത്തെ എലമെന്റ് ആണ് നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കെയുടെ വാല്യൂ 1 ആണ്. അപ്പം സി ഓഫ് ഐ ജെ ഇസ് ഈക്വൽ ടു എന്ത് വരും, ആദ്യം 0 പ്ലസ് എന്ത് വരും, എ ഓഫ് ഐ കെ ഇൻറ്റു ബി ഓഫ് കെ ജെ വരും അല്ലെ. അപ്പം ജെയുടെ വാല്യൂ 2 ആയിട്ടുണ്ട്. അപ്പൊ ജെ ഉള്ളടത്തൊക്കെ 2 കൊടുക്കുക, അതായത് എ ഓഫ് ഐയുടെ വാല്യൂ 1 ആണ്, എ ഓഫ് 1 ഇൻറ്റു ബി ഓഫ് എന്ത് വരും, കെ ഇൻറ്റു ജെ എന്ന് വരും അല്ലെ. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. 1 ജെയുടെ വാല്യൂ 2 ആയിട്ടുണ്ട്, 1 2 എന്ന് വരും അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്, നെക്സ്റ്റ് ഈ 1 ഇൻറ്റു 8 ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത്, പ്ലസ് 0 വരും. ഓക്കെ, ഇനി അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യും, നെക്സ്റ്റ് എന്താ അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, 2 ഇൻറ്റു 10 ആണ് ചെയ്യുന്നത്. ദെൻ അതിന്റെ കൂട്ടത്തിൽ ഈ 1 ഇൻറ്റു 8 നമ്മൾ ചെയ്ത ആ ഒരു വാല്യൂ കൂടെ ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. ദെൻ എന്ത് ചെയ്യും, നെക്സ്റ്റ് വരുന്നത് 3 ഇൻറ്റു 12 ആയിരിക്കും ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ അതിന്റെ തൊട്ട് പുറകിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതിനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 64 ആണ്. സോ 64 ആയിരിക്കും അടുത്ത എലമെന്റ് ആയിട്ട് നമ്മളിവിടെ സേവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് പോകുന്നത്. ഇനി നെക്സ്റ്റ് ഐറ്ററേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ജെയുടെ വാല്യൂ മാറി കഴിയുമ്പോൾ ഐയുടെ വാല്യൂ എന്താവും, ഈ ജെയുടെ ലൂപ്പ് തെറ്റി കഴിയുമ്പോൾ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആകും. അപ്പോഴാണ് എന്ത് ചെയ്യുക, അടുത്ത റോയിലേക്ക് വരുന്നത്. അപ്പം ഫസ്റ്റ് റോയ്ക്ക് വേണ്ടിയിട്ട്, അതായത് റോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐ എന്ന് പറഞ്ഞ വാല്യൂ, ഐ എന്ന് പറഞ്ഞ ഈ ലൂപ്പ് കൊടുക്കുന്നത്. കോളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജെ എന്ന് പറഞ്ഞ ലൂപ്പ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഐയും ജെയും, അപ്പൊ ഇത് ഇവിടെ നിന്ന് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റോയിലേക്ക് ആയിരിക്കും പോവുക. അപ്പൊ നെക്സ്റ്റ് റോയിലേക്ക് വരുമ്പോൾ അടുത്ത റോയിൽ ഇതുപോലെ തന്നെ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മെട്രിക്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ സാധാരണ മാത്തമാറ്റിക്സിൽ നമ്മൾ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അല്ലെ. ഇവിടെ നമ്മൾ 3 ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു നെസ്റ്റഡ് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ ഒരു നെസ്റ്റഡ് ലൂപ്പും പിന്നെ അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു ലൂപ്പും കൂടെ യൂസ് ചെയ്തിട്ട്, അങ്ങനെ 3 ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇതിന്റെ കോഡ് സിമ്പിൾ ആണ്. ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബാക്കി എല്ലാ എലമെന്റുകളും കമ്പ്യൂട്ട് ചെയ്യുന്നത്. ബാക്കി മൾട്ടിപ്ലിക്കേഷനും അഡീഷനും എല്ലാം നടക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. താങ്ക് യു.